ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റായിട്ട് എടുത്ത വീഡിയോ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ വന്ന അന്ന് തന്നെ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായി കേട്ടോ. കുടുംബത്തിൽ അമ്മായിൻ്റെ വാപ്പിച്ചി മരിച്ചിരുന്നു. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ പോയി നിങ്ങൾ വിചാരിക്കരുത് മരണ വീട്ടിൽ പോയി വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ആരും കാണാനൊന്നുമില്ല. ഞങ്ങൾ മുകളിൽ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാൻ എടുത്ത വീഡിയോ അല്ല, മക്കളെടുത്ത വീഡിയോ ആണ്. 3 നിലയിലുള്ള വലിയൊരു വീടാണ് കേട്ടോ. ആ 3 നിലയിലേക്കും ലിഫ്റ്റ് ആണുള്ളത്. കോണിയും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. കയറുന്നവർക്ക് ഒന്നും ബുദ്ധിമുട്ടാകുന്നില്ല. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ വീഡിയോ എടുത്താണ്. എൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ ഊഞ്ഞാലാടുന്നത്. ആങ്ങളുടെ മോള് ഫജ്മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? വുളു ഉണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ ഇരുന്നിങ്ങാനും വുളു ഉണ്ടാക്കാനും കാലേക്കാനൊക്കെ നല്ല സൗകര്യത്തിൽ ഉണ്ടാക്കി വെച്ചാട്ടോ. വുളു ഉണ്ടാക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിസ്കാര റൂമും ഉണ്ട്. പിന്നെ ഇത് വാഷ് ബേസ് ആണ് കേട്ടോ. അമ്മായിൻ്റെ വാപ്പച്ചി കുറച്ച് പ്രായം ഉണ്ടായിരുന്നു കേട്ടോ. സുഖമില്ലാണ്ട് കിടന്നതിന് അങ്ങനെ മരിച്ചതാണ്. അതൊക്കെയാണ് മരണ വീട്ടിലത്തെ വിശേഷങ്ങൾ. നമ്മൾ വന്ന അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. പത്തിരിപ്പൊടി എടുത്ത് ഇങ്ങനെ വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ് കേട്ടോ. കുറച്ച് പത്തിരിപ്പൊടി മതി കേട്ടോ. നമ്മൾ 5, 8, 10 കിലോനൊക്കെ പത്തിരിപ്പൊടി വെച്ച് പത്തിരി ഉണ്ടാക്കുന്ന കാര്യം വിചാരിച്ചിട്ട് ഇപ്പം ബേജാറാകുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുമേക്ക് 3 ആൾക്കുള്ള ചായ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാനും ചെറിയ മോളും മോനും ആണുള്ളത്. മുത്തും മോനും മക്കളും കൂടി രാത്രി അങ്ങ് പോയിക്കുന്നു. ഇവിടെ കഴിഞ്ഞില്ല വന്ന് പിന്നെ ഇവിടെ വന്ന് ഞാൻ കുറച്ച് കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത് വൈകുന്നേരമാണ് ചോറൊക്കെ തിന്നുക. കഴിഞ്ഞതിന് ശേഷം രാത്രി അങ്ങോട്ട് പോയത്. വിരുന്ന് വന്നോലും മരിച്ച വീട്ടിലൊക്കെ പോയി ഞങ്ങളെ തിരിച്ചിവിടെ ഇറക്കി തന്നതിന് ശേഷമാണ് വൈകുന്നേരമാണ് ഓലും പോയത് കേട്ടോ. രാത്രി ഒന്നും ആരും കൂടാനൊന്നുമില്ല. ഞാനും മോളും മോനെ ഉള്ളേനു. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടോ, മോനെ ഇവിടാണോ നിൽക്കലോ, അവന് വേറെ ആരും ഇല്ലേ നോക്കാം. അവനെല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മച്ചിൻ്റെ, വാപ്പിച്ചിൻ്റെ, ഏട്ടനുണ്ട്, താത്തമാർ, പെങ്ങന്മാരുണ്ട്, 2 ആളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കഴിഞ്ഞ് വന്നത് ഇവിടുന്ന് രാത്രി അങ്ങ് പോവുകയും ചെയ്തിരിക്കുന്നത്. ഒരാടെയും ഇവിടെ 2 നിൽക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളായത് കൊണ്ട് കാക്കയും ഇവിടെ ഉണ്ടാവില്ല. ഓലും വന്നിക്കാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുമോ, അങ്ങനെയൊക്കെ നിൽക്കലുണ്ട് കേട്ടോ. അവിടെ തന്നെ നിൽക്കില്ല, ഇവിടെ തന്നെ നിൽക്കില്ല, അവിടെയും ഇവിടെ ആയിട്ടാണ് നിൽക്കൽ. അതുപോലെ തന്നെയാണ് കേട്ടോ ചെറിയോലും ഓലും ഇവിടെ അവിടെയായിട്ട് നിൽക്കും. 2 കൂട്ടരോടി പോയിക്കാണെങ്കിൽ ആരും ഉണ്ടാവില്ല, സ്വന്തമായി പോവില്ലേ. പിന്നെ മുത്തു എന്ന് പറയുന്നത് എൻ്റെ മോളാണ് കേട്ടോ, വലിയ മോളാണ്. ചെറിയ മോളെ വിളിക്കൽ മുന്നു എന്നാണ്. വീഡിയോ കാണാത്തവർക്കൊക്കെ സംശയങ്ങളുണ്ട്. പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബറൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറേ സംശയങ്ങളുടെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ തന്നത്. തിരിപ്രസൊക്കെ എടുക്കാണ്ട് വെച്ചിട്ടേ നല്ലോണം പൊടിയും പൂപ്പലിടുകയൊക്കെ ചെയ്തേക്ക് നല്ലോണം കമ്പിയൊക്കെ ഇട്ട് വരച്ച് തേച്ചേക്ക് എടുക്കുകയാണ് കേട്ടോ. എല്ലാം മഴയും പെയ്തല്ലേ, അതിൻ്റേതായ പൂപ്പലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്നൊക്കെ നമ്മളെല്ലാ സാധനവും ഇങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ വൃത്തിയായിട്ട് അല്ലാണ്ട് ഉപയോഗിക്കാണ്ട് വെച്ചതും കൊണ്ട് എല്ലാ പാത്രത്തിന്മേലും ഉണ്ട് ഇങ്ങനെ ഒരു പൂപ്പൽ പിടിച്ചെടുക്കുന്ന ആൾക്കും. കുപ്പികളൊക്കെ നല്ലോണം കേക്ക് തുടച്ച് ഉണക്കി വെക്കണം. അല്ലാണ്ട് സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടുവരികയൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യാൻ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ കേക്ക് ഇങ്ങനെ കവറിലൊക്കെ ഇട്ട് നല്ലോണം ഇവിടെ വെച്ച് കിട്ടും. ഒക്കെ തിരിഞ്ഞിട്ട് എടുക്കണം. അതിനുള്ള സമയം കിട്ടിയില്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ഒക്കെ ആക്കത്തിൽ ഇങ്ങനെ തിരിഞ്ഞെടുക്കണം. പിന്നെ ആണെങ്കിൽ പത്തിരി ചൂടാനുള്ള ഫ്രൈ പാൻ ഉണ്ട് കേട്ടോ. 4-5 എണ്ണം ഒരുമിച്ച് ചൂടാനുള്ള ഫ്രൈ പാൻ ഉണ്ട് വലിയ. അതൊക്കെ ഇടാൻ വെച്ചെന്ന് കാണുന്നില്ല. എല്ലാം തിരിഞ്ഞ് നോക്കി എടുക്കണം കേട്ടോ. നല്ലോണം സുരക്ഷിതമായിട്ട് വെച്ചിക്കുന്നു. എല്ലാ ആൾക്കിൻ്റെയും മൂടിമേലൊക്കെ ഒരു കറുത്ത പൂപ്പൽ വന്ന് കിട്ടും. മഴ പെയ്തുകൊണ്ടാണ്. പിന്നെയാണ് ഉപയോഗിക്കായിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ കെക്കുകയും തുടക്കുകയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അത് ഉപയോഗിക്കാണ്ട് വെച്ചേക്കും വല്ലാത്തൊരു പണി തന്നെയാണ്. ഈ പൊരിലൊക്കെ കയറി വന്നിക്കുകയാണെങ്കിൽ ആകെ ബേജാറാകത്തില്ല. ഇവിടെ കണ്ടിട്ടൊക്കെ എന്നാ പണിയെടുത്ത് തീർക്കാൻ വിചാരിച്ചിട്ട്. സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആൾക്കും കുപ്പിയൊക്കെ ഒന്ന് കേകി ഉണക്കി വെക്കണം. എന്നിട്ടേ സാധനം ഇട്ടേക്കാൻ പറ്റില്ല. മറ്റേ സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടാണെങ്കിൽ കവറിൽ തന്നെ വെച്ചേക്കണം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കവറിൽ തന്നെ വെച്ചാട്ടോ. ചില ബക്കറ്റിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചാൽ പൊട്ടിച്ചും കവറിൽ കെട്ടി ബക്കറ്റിലൊക്കെ വെച്ചാണ്. ഇനി ആൾക്കൊക്കെ കേകി ഇങ്ങനെ ഉണക്കി എടുത്തിട്ട് വേണം അതിലിടാൻ. ഈ ചോപ്പറാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന പെട്ടിയിലുണ്ടായിന്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന ചോപ്പറാണ്. ആ പെട്ടി രണ്ടാമത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈ ചോപ്പർ കണ്ടിട്ടായിരിക്കും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഷീനിലിട്ട് നോക്കിയതായിരുന്നു. അങ്ങനെ ഓരോ സംശയം തീർത്താണ്. നമുക്കൊരു പേടിയില്ലേന് കേട്ടോ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതിലൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തിനു പേടിക്കുകയാണ്. ഇതിലേക്ക് കൂട്ടാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ആണിത്. ഇതിൽ ഞാൻ ഫസ്റ്റ് ആട്ടോ ചോപ്പ് ചെയ്യുന്നത്. അത് തന്നെ വലിയുള്ളിയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഒരു ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച് ശീലാവലാണല്ലോ. ഇതിൽ അങ്ങനെ അധികം പൊടിയായി പോകില്ല കേട്ടോ. അതിനെക്കൊണ്ടൊരു സുഖമുണ്ട്. അവിടെയുള്ള ചോപ്പർ വേഗം പൊടിയായി പോകും. വലിയുള്ളി കട്ട് ചെയ്യാൻ പറ്റൂലേനു. വെള്ളമായെടുക്കുകയും വലിയുള്ളി കട്ട് ചെയ്തിട്ടാണെങ്കിൽ ചെറിയ പൊടിയായിട്ട് ആണെങ്കിൽ കറണ്ടുമ്മൽ വർക്ക് ചെയ്യുന്നതാണല്ലോ. ഇത് പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ കറക്കി എടുക്കുന്നതാണല്ലോ. അതിനെക്കൂടെ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറക്കി എടുക്കാം. തിരുപ്പൊടി കുഴച്ച് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം കറിയാക്കി വെച്ചിട്ടാണെങ്കിൽ പിന്നെ പത്തിരി ഇങ്ങനെ അക്കത്ത് ചുട്ടാൽ മതിയല്ലോ. മറ്റ് പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് കറി വെക്കുമ്പോൾ കുറേ സമയം പിടിക്കും. കറി അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ അത് വേകുമ്പോൾ നമ്മൾ പത്തിരിയും ചുട്ട് കഴിയാമല്ലോ. കുറച്ച് പത്തിരി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പത്തിരിപ്പൊടി മാറ്റി വെച്ച് ഇങ്ങനെ വേഗം കറി വെക്കാൻ നോക്കുക കേട്ടോ. തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി കുക്കറിൽ ഒന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യും. എന്നാൽ പിന്നെ വേഗം വന്നിട്ട് കറിക്ക് നല്ല മുയിപ്പുണ്ടാകുകയും ചെയ്യും. വാട്ടി കുത്തിരിക്കുകയും വേണ്ടല്ലോ. കുക്കറിലിട്ടിട്ടാണെങ്കിൽ വേഗം അങ്ങായി കിട്ടുമല്ലോ. ഞാൻ വരുമ്പോഴത്തേക്കും സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. വന്നിട്ട് വാങ്ങാമല്ലോ വിചാരിച്ചിട്ട് ഒന്നും ഒരുക്കി കൂട്ടി വെച്ചില്ല. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ മഴ ആണല്ലോ, മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെയിലിറക്കണ്ടേ.
ഞാൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്, മല്ലിപ്പൊടിയും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ നമ്മൾ വാങ്ങണം. പിന്നെ അത് തീരുമ്പോഴേക്ക് വെയിലറച്ചൊക്കെയാണെങ്കിൽ ഉണക്കി പൊടിപ്പിച്ചാൽ മതിയല്ലോ. ഗ്യാസ് അടുപ്പ് കത്തിക്കാനാണെങ്കിൽ ലൈറ്ററും കാണുന്നില്ല കേട്ടോ. പിന്നെ പണ്ടത്തെ സിഗർ ലൈറ്റ് ഇല്ല, ഞാൻ അന്ന് ദിവസം പറഞ്ഞില്ലായിരുന്നു സിഗർ ലൈറ്റ്, ആ സിഗർ ലൈറ്റ് കൊണ്ടാട്ടോ ഗ്യാസ് അടുപ്പ് കത്തിച്ച്. അങ്ങനെ കുക്കർ വെച്ച് കൊടുത്ത് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കറി വെക്കുന്നത്. ഇതിലേക്ക് ഇടാനുള്ള ഉലുവ ഇടാൻ നോക്കേണ്ടി എനിക്ക് ഓർമ്മല്ലോ, ഇവിടെ തെരിയാനായിട്ട് സമയമില്ല. തൽക്കാലം ഉലുവയൊന്നും ഇടാണ്ടാണ് കറി വെക്കുന്നത്. ഇനിയൊക്കെ തെരിഞ്ഞ് നോക്കി എടുക്കുകയും വേണം, പോരാത്ത സാധനം വാങ്ങുകയും വേണം കേട്ടോ. പത്തിരിപ്പൊടി കുഴച്ച് വെച്ച് പിന്നെ മൂടി വെച്ചില്ലേനു കേട്ടോ. മൂടി വെക്കാനാൽ ഒരു ഉറപ്പായി പോകുമല്ലോ. പിന്നെ ഒന്നും നല്ലോണം എടുത്ത് കുഴക്കുകയാണ്, മൂടി വെക്കാൻ മറന്നു പോയതാണ്. അങ്ങനെ ഇനി കുക്കറിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടിടുന്നത്. എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ കറിയായിട്ട് വെക്കുക. പത്തിരിക്കല്ലാണ് ഇടം നോക്കിയിട്ട് തിരിഞ്ഞിട്ട് കാണുന്നില്ല. പിന്നെ തൽക്കാലം ചെറിയ ഒന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു ദിവസം തീരെ റെസ്റ്റ് ഇല്ലാത്ത പണി തന്നെ ആയിക്കോട്ടോ. രാവിലെ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ക്ലീനിങ്ങിന് തുടങ്ങണം. അകവും കൊലായൊക്കെ എടുത്തി അനിയത്തും വന്ന് ഇങ്ങനെ അടിച്ചെടുത്ത് ഒടിച്ചിട്ടിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്ക്. അങ്ങനെ ആണെങ്കിലും പുറം ഭാഗമൊക്കെ മുറ്റമൊക്കെ പുല്ല് നിറയെ എന്തൊക്കെയോ ആയി കിടക്കുന്നുണ്ടോ. പിന്നെ ആണെങ്കിൽ ബേക്കിലൊരു കെട്ടൊക്കെ കെട്ടാനൊക്കെ കെട്ടിങ്ങാനും മണ്ണെല്ലാം കൂടി ചളിയായി കിടക്കുന്നുണ്ട്. തോട് സൈഡ് കെട്ടാനുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് തോടാണ് കേട്ടോ. അത് പഞ്ചായത്തിൻ്റെ ഭാഗം കെട്ടുണ്ടായിട്ട് എല്ലാം കൂടി അവിടെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ലോണം പൊടി തട്ടാനും മാറാള തട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നിന്നൊക്കെ നല്ലോണം തുമ്മലുണ്ടാവും. പിന്നെ മുത്തുള്ളപ്പം കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്, അല്ലാണ്ട് ഒരാൾ തന്നെ ചെയ്തിട്ടാണ് തീരൂല, അത്രയൊക്കെ ഉണ്ട്. പിന്നെ വാർപ്പിൻ്റെ മുകളിലാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഞാൻ കയറി നോക്കിയിട്ടും കൂടി കേട്ടോ. മുത്തും മോനും കൂടി തിരുമ്പി ആരിടാൻ വേണ്ടി കയറിയാൽ പറഞ്ഞത് അത്യാവശ്യമൊക്കെ ഉണ്ട് നന്നാക്കി എടുക്കാൻ, വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് നിങ്ങൾ കയറിയാക്കുകയൊന്നും വേണ്ട. ഏതായാലും മുത്തും കൂടി വരട്ടെ, ഞങ്ങളോട് ചെയ്തിട്ടാണെങ്കിൽ വേഗം ആയി കിട്ടുമല്ലോ, അല്ലാണ്ട് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ കുഴങ്ങിപ്പോവും. പിന്നെ എനിക്ക് പൊടിയൊന്നും ഇപ്പം തീരെ പറ്റില്ല കേട്ടോ. അലർജിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് തുമ്മൽ വേഗം വരികയും ചെയ്യും. ഒരേയും കൂടിയൊക്കെ പൂട്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കൊല്ലോ 2 കൊല്ലോ അല്ലെ 6 മാസം പുറത്ത് ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ മക്കളെ ചില്ലർ പണിയല്ല ഉണ്ടാകുക, നല്ല അധ്വാനം തന്നെ കേട്ടോ. ഞാൻ എത്ര അധികം നിൽക്കല്ലേ, ഞാൻ 3 മാസമൊക്കെ അല്ലേ നിൽക്കില്ല, അല്ലെ 2 മാസം. ആദ്യമായിട്ടാണ് ഇത്രയും നിന്നത്. ഇട്ടുകൂടെ ഉണ്ടായിന് വലിയ പ്രശ്നം വരുന്നതിന് ഓളങ്ങ് നന്നാക്കി ഇട്ടേനു. ഓളും ഇവിടെ എല്ലാത്തേയും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്ന്. ഇനിയും കുറേ അലക്കി ഞാൻ ഇട്ടിക്കുന്നത്, അതൊക്കെ മടക്കിയൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനാണ് ഉണക്കുന്ന കുന്താണ്ടോ കേടെന്ന് വയ്ക്കുന്നത്. അത് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ കേടുന്നത് കേട്ടോ. വന്നൊക്കെ അതിൽ ഉണക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഴക്കാലവും അല്ലേ, എല്ലാം കൂടി തിരുമ്പി ഞാൻ ആറിട്ട് ഉണക്കി എടുത്തിക്കുന്നത്. ഇനി എല്ലാം കൂടി മടക്കി വെക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, തിരുമ്പാൻ എനിക്ക് പണി വേണമല്ലോ, മടക്കി വെക്കാനാണ് പണിയെന്ന്. അങ്ങനെ നമ്മളിതൊക്കെ കറി അപ്പുറത്ത് അടുപ്പത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പത്തിരിക്കല്ല് ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ച് പത്തിരി പരത്തി ചുടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് ഇങ്ങനെ നമുക്ക് കുക്കറിൽ മാറ്റി കൊടുക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും കേട്ടോ മുന്നും വിടല്ലേ, പക്ഷേ മുന്നുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുന്നതിനൊക്കെ തീരെ ടൈം ഉണ്ടാവില്ല. ഒരു 2 ആളും പോകുന്നവരാണല്ലോ, ഓരോ കാര്യങ്ങൾ നോക്കാനേ ടൈം ഉണ്ടാവും. ഞാനോട് പറയലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങളെ കാര്യം നോക്കിക്കോളാം, ബാക്കിയൊക്കെ ഞാനായിട്ട് വന്നിട്ട് നന്നാക്കിക്കോളാം. പിന്നെ ആണെങ്കിൽ നമ്മളൊരു പണിക്കാരെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിലും എന്നാലും ഉണ്ടാവും കേട്ടോ, നമുക്ക് ചെയ്യേണ്ട പണി ബാക്കി ഉണ്ടാവും. നമ്മളിവിടെ വന്നിട്ട് പിന്നെയും വൃത്തിയാക്കാനുണ്ടാവും. അതിനെക്കൊണ്ടാണ് ഞാൻ പിന്നെ പണിക്കാരെയും വിളിച്ച് ചെയ്യിപ്പിക്കാണ്ടിരുന്നത്. ഓള് പറഞ്ഞ് പണിക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ, ഞാൻ പറഞ്ഞ ആരെയും വിളിക്കേണ്ട മോളെ, ഏട്ടത്തിനോടും അനിയത്തിനോടും ഓരോടും ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാനായിട്ട് വന്നിട്ട് നന്നാക്കിക്കോളുന്നുണ്ടെന്ന്. അൽഹംദുലില്ലാ, എന്നാലും വന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള നല്ലോണം അടിച്ച് അരിയും തൊടുക്കിയൊക്കെ ചെയ്ത് കിട്ടും, നല്ല വൃത്തിയാക്കിയിട്ട് നല്ല കൂടി സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ മുറ്റത്തൊക്കെ നല്ലോണം കാടൊക്കെ ഉണ്ടായാലേ കാക്കൻ്റെ അമ്മച്ചി അങ്ങ് അടിച്ചാലും വലിയ ചൂലോണ്ട് നിന്ന് ഇങ്ങനെ അടിക്കുക. ഇതിന് കാലുവേദന ഉള്ളതിനെ കൊണ്ട് അങ്ങനെ കുഞ്ഞൊന്നും അടിക്കാനും കഴിയൂലല്ലോ. ഇങ്ങനെ കുക്കറിൽ വെച്ച കറി ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് അടുപ്പുമ്മേൽ വെച്ചാട്ടോ. ഒന്നുകൂടി ചിക്കൻ വാനുണ്ട്, പിന്നെ ആണെങ്കിൽ ദിവസം വെള്ളം വറ്റാനും ഇട്ടോ. എന്നിട്ട് പത്തിരി ചുട്ട് കഴിഞ്ഞില്ല കേട്ടോ. പത്തിരി ചുട്ട് കഴിയുമ്പോഴൊക്കെ കറിയായി. അങ്ങനെ കറി ഇറക്കി അടുപ്പത്തേക്ക് കുറച്ച് ചോറിന് വെള്ളം വെക്കണം കേട്ടോ. തിളപ്പിച്ച് ചൂറ്റാനുള്ള ചോറുണ്ടായി ഫ്രിഡ്ജിൽ. ഇന്നലെ കുറേ ചോറ് ബാക്കി ഉണ്ടായി കേട്ടോ, അതുകൊണ്ട് അത് തിളപ്പിച്ച് ചൂറ്റാണ്. എന്ന് പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം, കറിയും ആയല്ലോ. പത്തിരിക്കും കൂട്ടാം കറി, ചോറിനും കൂട്ടാമല്ലോ. പിന്നെ പപ്പടം പൊരിക്കി അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അങ്ങനെ മക്കളെ നമ്മളെ പത്തിരി പരത്തലും ചുടലും കഴിഞ്ഞിട്ടോ. ഈ പത്തിരി പണിക്ക് കുറേ ടൈം വന്ന് എന്താ അറിയുമോ, അതിൻ്റെ ഇടയിൽ ഞാൻ കറി വെക്കാൻ പോയിക്കുന്നത്, പിന്നെ ചോറ് തിളപ്പിച്ച് ചുറ്റാൻ പോകുന്നുണ്ട്. ഈ പണിക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നാവട്ടോ. ഈ ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ട് നോക്കിയിട്ടോ. പുതിയ ചോപ്പറിൽ പ്രസ് ചെയ്യാനാകുന്നില്ല, അതിമന്ന് കട്ട് ചെയ്ത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അന്ന് എടുത്ത് ഞാൻ പിന്നെ പലമേലിട്ട് ഒരസി എടുത്തതാണ്. ഇതിമന്ന് വേഗമായി കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പുതിയ സാധനമാണല്ലോ എങ്ങനെ ഉണ്ടാവും നോക്കിയതാണ്. നമ്മൾ ചോറിൽ ഇത്തിരി വെള്ളൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ, വെള്ളം കുറവിന്. അങ്ങനെ ചോറ് വീട്ടിൽ കഴിഞ്ഞു. ഉപ്പേരി വെക്കാനുള്ള ചട്ടി അടുപ്പത്തി വെച്ചിരിക്കുന്നു. രാവിലെ തന്നെ വെപ്പിൻ്റെ പരിപാടിയായിട്ട് കഴിഞ്ഞിരിക്കെങ്കിൽ പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങാമല്ലോ. പിന്നെ അടുക്കളയ്ക്ക് കയറി ഇങ്ങനെ വെക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട, വിശക്കുമ്പോൾ വന്ന് തിന്നുകയും ചെയ്യാമല്ലോ. മറ്റ് വെക്കാണ്ട് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ വിശന്നിക്കുകയാണെങ്കിൽ പിന്നെ എന്തേതാ തിന്നുക, ഉണ്ടാക്കാനും മടിയായിരിക്കും, കുഴങ്ങുകയും ചെയ്യും.
പിന്നെ ആണെങ്കിൽ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, വിശപ്പും കൂടി തട്ടിക്കുകയാണെങ്കിൽ പലർക്കും പല സ്വഭാവം കഴിക്കില്ല. ഒക്കെയൊക്കെ വേഗം ദേഷ്യം പിടിക്കട്ടോ. വിശന്നിക്കാണെങ്കിൽ കൂട്ടത്തിൽ തലവേദന ഇങ്ങ് പോലും. പിന്നെ അന്നേ ദിവസം പറയണ്ട മക്കളെ. അതിലൊക്കെ നല്ല എങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ വിശപ്പ് മാറ്റാനുള്ള ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ അവിടെ നോക്കുക. എന്തെങ്കിലേ കാര്യം നടക്കും. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ മക്കളെ. നിങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും പൊരിയോണായിക്കോളണമെന്നില്ലല്ലോ. പിന്നെ എനിക്ക് നോമ്പ് നോൽക്കില്ലെന്നൊക്കെ എന്നോട് ചോദിക്കാൻ മതി. നോമ്പൊക്കെ ഞാൻ നോൽക്കലുണ്ട്. അതിനൊന്നും എനിക്കൊരു വിഷയമല്ല. അന്നൊരു നെയ്യത്ത് ഉണ്ടാകുമല്ലോ. പക്ഷേ അല്ലാത്ത സമയത്ത് അതുപോലെയല്ല കേട്ടോ. നോമ്പ് നമ്മളൊക്കെ വിശപ്പ് കഴിച്ച് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അല്ലാത്ത സമയത്ത് വിശന്നിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ച് തീ കുറച്ച് എടുത്തേക്കുന്നു കേട്ടോ. പിന്നെ ചായ വരാൻ പോകുകയാണ്. മോനെ പോകാനാക്കി, ചെറിയോൻ ഇവിടെ ഉണ്ട്. ഓന് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈം ആക്കിന്ന്. അങ്ങനെ മക്കൾക്ക് രണ്ടാക്കും ചായയൊക്കെ കൊടുത്ത് ഒരു ചായ കുടിച്ച് പോകാൻ ഇറങ്ങിയതാണ്. പോകാൻ ഇറങ്ങുമ്പോഴേക്ക് ഇങ്ങനെ കൊലായിൽ നോക്കിക്കണം കേട്ടോ. ഓല് പോയിട്ടേ പിന്നെ ഞാൻ തിരിച്ച് അകത്തേക്ക് പോരും. നമ്മളെ മക്കൾ നില്ലട്ടോ, ഇനി ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. ഓല് പോകാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഓലെ കൂടെ കൊലായിലൊക്കെ വന്നിട്ട് ഓലെ യാത്ര അയച്ചിട്ടേ ഞാൻ പിന്നെ അകത്തേക്ക് പോരും. അതൊക്കെ എന്തോ ഒരു സമാധാനമാണ്. മറ്റു നോക്കി നിന്നൊരു സമാധാനം കേടുവാണ്. അങ്ങനെ ഇവർ പോയിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാൻ. പിന്നെ പോയെടുത്തുനിന്ന് പിന്നെയും തിരിച്ച് വന്നാട്ടോ. ഫോൺ എടുക്കാൻ മറന്നുപോയിട്ട് പോകാൻ ഇത്തിരി വൈകിയൻ കൊണ്ടേ തിരക്കിട്ടെല്ലാം കൂടി ഇറങ്ങിയതേ. വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഫോൺ എടുത്തില്ല. പിന്നെ തിരിച്ച് ഞാൻ പോർച്ചിലേക്ക് തന്നെ വന്നാൽ ഫോണും വാങ്ങി പോയി. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് ചായയൊക്കെ കുടിക്കാം കേട്ടോ. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഞാൻ ഒമാനിൽ പോയതിന് ശേഷമാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് ശേഷം നമ്മുടെ ഒമാനത്തെ വീഡിയോസ് തന്നെയാണല്ലോ ഇട്ട്. ഒമാനത്തെ വിശേഷങ്ങളും അടുത്ത വീടും അടുത്ത കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നരക്കിനി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഇതിനോടുകൂടി അടുത്ത് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്തങ്ങൊക്കെ താങ്ക്സ് ഉണ്ട്. ഇവിടെ മക്കളെ തീരെ റേഞ്ചും നെറ്റൊന്നും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് വീഡിയോ വിടുന്നുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടത് തലേന്ന് രാവിലെ വെച്ചിട്ട് പിറ്റേന്ന് വൈകുന്നേരം കേട്ടോ ഡൗൺലോഡായി കിട്ടിയത്. പിന്നെ മെനിയാന്നിട്ട വീഡിയോ ഞാൻ അതുകൊണ്ട് തലേന്ന് വെച്ച് പിറ്റേന്ന് 10 മിനിറ്റും ഡൗൺലോഡ് ആകത്തതും കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ട് കൊടുത്തയച്ച് അവിടുന്ന് 10 മിനിറ്റോളം ഡൗൺലോഡായി കിട്ടിട്ടോ. അങ്ങനെയാണ് അന്ന് അപ്ലോഡ് ചെയ്തത്. അങ്ങനെ 2 വീഡിയോ ആണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത്. പിന്നെ വൈഫൈ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ഓലെ വിളിക്കുന്ന ഓരോരോ ഏരിയയിലേക്ക് ഓരോരുത്തരാണല്ലോ ഉണ്ടാകുക. നമ്മളെ ഏരിയയിലാൾക്ക് തിരക്കാണെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് വരാം 4 ദിവസം കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറേ ദിവസമായിട്ടോ ഇതിൽ വന്നില്ല. ഇനി വന്ന് കിട്ടിയിരിക്കുകയാണെങ്കിൽ സമാധാനമാകുകയും. പൊതുവേ ഇവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണല്ലോ. പിന്നെയാണ് നമ്മളിവിടെ ഇല്ലാണ്ടായിപ്പോയി. ഫോണും കൊണ്ട് അങ്ങ് പോയപ്പോൾ നമ്മളെ കൂടെ പോകുന്നതായിരിക്കും നെറ്റും റേഞ്ചും ഒക്കെ. പിന്നാണെങ്കിൽ ഫോൺ അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഞാൻ തേക്കവും പാക്കൊക്കെ വന്നെങ്കിൽ റേഞ്ച് അങ്ങനെ വരും കേട്ടോ. കലക്കമേണ അങ്ങനെ വരും. അങ്ങനെ കാത്തിക്കാനുള്ള സമയം നമുക്ക് ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ വൈഫൈക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തും പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി തുടയ്ക്കാനും കൂടിയേ ഉള്ളൂ. അടുക്കള മേശയൊക്കെ നന്നാക്കി കൊട്ടത്തളമൊക്കെ തേച്ച് കഴിക്കുന്നത്, പിന്നെ അടിച്ച് അരിക്കുന്നത്, ഇനി തുടച്ചെടുക്കണം. അതിൻ്റെ കൈക്കൽ തുണി ഇതാക്കുന്നതാവുന്ന ഒലിമ്പിച്ചിക്കിടുക കേട്ടോ. അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞൊന്ന് വൃത്തിയാക്കിയിട്ട് അതിന് സമാധാനമാണ്. ആടാണല്ലോ വേഗം വൃത്തിയിടാകുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കുകയാണെങ്കിൽ കുറേ പാത്രം കഴുകാനും മോറാനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ തന്നെ അന്നത്തെ പണി കഴിഞ്ഞുള്ളൊരു സമാധാനം. ബാക്കിയൊക്കെ പിന്നെ ആക്കത്തിന് അങ്ങ് എടുത്താൽ മതിയല്ലോ. വൃത്തിയേടൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അടിച്ചാരിയാകും പോലെ അടിച്ചാരാനും തൊടുക്കാനൊക്കെ അല്ലേ ഉണ്ടാവും. അതങ്ങനെ വൃത്തിയേടാക്കി എടുക്കൊന്നുമില്ലല്ലോ. ഈ 2 ദിവസം തുറക്കുന്നുണ്ട് മക്കളെ ഒന്ന് ഇറങ്ങി തീർക്കാൻ. അത് തെളിഞ്ഞെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവും. ഉറങ്ങാണ്ട് നിൽക്കുകയാണെങ്കിൽ എന്തോ ഒരു മൂഡ് ഓഫാണ്. പിന്നെ പോര് നന്നാണെങ്കിൽ ഫ്ലൈറ്റിലല്ലേ, എന്നാൽ പുറക്ക് ബസ്സാവില്ലല്ലോ. പിന്നെ തലേന്ന് നല്ലോണം ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വേഗം എണീക്കുകയും ചെയ്തിക്കുക. നിങ്ങൾ പോരേനെ കൊണ്ട് ചോറ് നിസ്കാരപ്പായി കുത്തിന്ന് കുറച്ച് ഉറങ്ങിട്ടോ. പിന്നെ ഉമ്മച്ചി വന്ന് വിളിച്ചപ്പോൾ ഞാൻ അറിയുന്നത്. ഞാൻ അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയതാണ്. കിടന്നിട്ടൊന്നുമില്ല, ഇരുന്നേം പാട് ഉറങ്ങിയതാണ്. അതുകൊണ്ട് അടുക്കളയിൽ കുത്തിരുന്ന് ഇങ്ങനെ എല്ലാവരും കഥ പറയുകയാണ്. അപ്പോൾ ഏട്ടത്തിൻ്റെ മടി തലയിൽ വെച്ച് ഞാനും അടുക്കിടുന്നു വിഷമൽ. അവിടെ കിടന്ന് ഞാനും ഉറങ്ങിയേ. പിന്നെ എൻ്റെ ആങ്ങളെയും മക്കളൊക്കെ വന്ന് അടുക്കളയിൽ ചോറൊന്നൊക്കെ ചെയ്ത് കിട്ടാന്നപ്പോൾ ഒന്നും ഞാൻ വരെ അറിയുന്നില്ല. പിന്നെ മരിച്ച വീട്ടിൽ പോകേണ്ടി കൊണ്ട് ഓലിനെ വിളിച്ചതാണ്. നമ്മൾ പോകേണ്ട ഈ മരിച്ചെടുത്ത് പോകുന്നത് വന്നിട്ട് എനിക്ക് കിടന്നുറങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ എണീച്ച് പോകുന്നത്. അങ്ങനെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുക്കളയ്ക്ക് പിന്നെയും കയറിയത് കേട്ടോ. ഓട്സ് കാച്ചാൻ വേണ്ടിയിട്ട് ഓട്സ് കാച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ മുന്നിനും കൊടുക്കും കുടിക്കുക. പിന്നെ ഒരു ഗ്ലാസ് വാപ്പച്ചിക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കാച്ചി എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഓട്സൊക്കെ കുടിച്ച് വാപ്പച്ചിക്കും കൊടുത്ത്. അത് പോരുമ്പോൾ ട്രൈപ്പോഡ് കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ താൽക്കാലിക ട്രൈപ്പോഡ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അടിപൊളിയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമാക്കിയെന്ന് നോക്കി. അവിടുന്ന് പെട്ടി കൊള്ളാത്തതും കൊണ്ട് ഞാൻ അവിടെ വെച്ച് പോകുന്ന കേട്ടോ. ഇവിടുന്ന് വേറെ ഒന്ന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അതിനെക്കൊണ്ട് സ്വീപ്പായി വീഡിയോ എടുക്കാൻ. ഈ മക്കളെ ഇത് നോക്കി പുല്ലൊക്കെയും പറിച്ച് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. കുറേ ഞാൻ വെട്ടുകയും മുറുക്കുകയും തറക്കുകയൊക്കെ ചെയ്തേക്കുന്നത്. അതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. ഇവിടെ ഒരു മുള്ളുള്ള കടലാസും പൂവ് ഉണ്ടായില്ലേ, അത് കുറേ നിറഞ്ഞെടിഞ്ഞ് അതും തെച്ചിപ്പൂവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വെട്ടിയെടുത്തതാണ് വെളിച്ചാക്കി. ഇനി ബാക്കി പുല്ലൊക്കെ പറിച്ചെടുക്കാണ്ട് അവിടെ. അതുകൊണ്ട് നല്ലൊരു മൈലാഞ്ചി മരമുണ്ടായി, വലിയൊരു മരമായിരുന്നു. അത് വേരോടൊക്കെ പൊരിഞ്ഞു വന്ന് കിട്ടുമോ. വാപ്പിച്ച് അവിടെ കെട്ടിയിട്ട് കണ്ട് ഞാൻ വിചാരിച്ചു എന്തോ വാട്ടം വന്നതാണ്. പിന്നെ അങ്ങനെ കെട്ട് കഴിച്ച് നോക്കി പിടിച്ച് നോക്കുന്നില്ല. അതിൻ്റെ കയ്യിൽ ഇങ്ങ് പോന്നിക്ക്. ഇത് കണ്ടോ, വലിയൊരു മരമായിരുന്നു. വേരോടൊക്കെ പോകുന്നതാണ്. എനിക്കാണെങ്കിൽ എടുക്കും തൽക്കൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ചെയ്ത് അരച്ചിട്ട് നല്ല സ്വഭാവം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാൻ നട്ടുണ്ടാക്കിയതായിരുന്നു. അത് പോയാലും അതിൻ്റെ അപ്പുറത്ത് വേറെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മക്കൾ രാത്രിയൊക്കെ വന്ന് കിട്ടും. എല്ലാവരും കൂടി പൂളയും മീനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്.